നമസ്കാരം. എൻ്റെ പേര് ദേവി നായർ, തിരുവനന്തപുരത്താണ്. എൻ്റെ ആദ്യ ചെറുകഥാ സമാഹാരത്തിലെ ഒരു കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കഥയുടെ പേര് ചുവന്ന തെരുവ്. എങ്ങനെയുണ്ട് സാറേ പുതിയ കുട്ടി? സാർ അന്ന് പറഞ്ഞതുപോലെ ഞാൻ ഒന്നിനെ ഒപ്പിച്ചത്. നല്ല മിടുമിടുക്കിയാണ്. പക്ഷേ വീട്ടിലൊക്കെ വലിയ ദാരിദ്ര്യമുള്ള കുട്ടിയാണ്. അയാൾ വിയർപ്പ് തുടച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പാർവതി തങ്കച്ചി ചിരിയോടെ ചോദിച്ചു, നമ്മൾ എന്തിനാ പെൺകുട്ടികളെ ദാരിദ്ര്യത്തിലൊക്കെ ഇട്ടൊക്കെ വിടുന്നത്? അവരെ നമുക്ക് പട്ടിണിയില്ലാതെ വളർത്താം. അവർക്കതാണിഷ്ടവും. ഇന്നത്തെ കുട്ടികൾക്ക് വിശപ്പൊന്നുമില്ല. അവർക്ക് ഫോണും റീൽസും ഒക്കെ മതി. പണ്ട് വിശപ്പിന് വേണ്ടിയാണ് ഉടുതുണി അഴിക്കുന്നതെങ്കിൽ ഇന്ന് ആർഭാടം കാട്ടാൻ വേണ്ടിയാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടികൾക്ക് ഇതൊക്കെ കിട്ടാക്കനികളാണ്. പക്ഷേ അത് സാധിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഈ കുട്ടിയെ ട്രാപ്പിലാക്കിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ലാതിരിക്കുമോ? എൻ്റെ മനസ്സിനിണങ്ങിയ പിള്ളേരെയല്ലേ നീ കൊണ്ടുവന്ന് തരുന്നത്. പക്ഷേ ഇത് ഇത്തിരി പുലിയാ. എനിക്ക് ഒരിക്കൽ കൂടി അവളെ ബോധത്തോടെ വേണം. അപ്പോൾ ബോധം പോയോ? ബോധം വരും. ഒരടി കൊടുക്കേണ്ടി വന്നു. അയ്യോ സാറേ, ചത്തുപോകും. കൊച്ചല്ലേ. കൂടിപ്പോയാൽ ഒരു 10-15 അല്ലെങ്കിൽ ഒരു 16 വയസ്സേ ഉള്ളൂ. +2 എന്തോ പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ വീറും വാശിയൊക്കെ അവൾക്കുമുണ്ട്. എനിക്ക് ബോധിച്ചു. ഞാൻ നേരത്തെ തന്നതിനേക്കാളും 1 ലക്ഷം കൂടി നിനക്ക് തരാം. ഒരിക്കൽ കൂടി അവളെ എനിക്ക് വേണം. ഇന്നലെ ഇവിടെ വന്ന് പെട്ടതാ അത്. ആരോ ആ കുട്ടിയെ കടത്തിക്കൊണ്ട് വന്നതാണ്. നല്ല പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. എനിക്ക് തന്നെ സങ്കടമായി. ആഹാ, പാർവതി തങ്കച്ചിക്ക് ബോധിച്ച മട്ടാണല്ലോ. സാധാരണ വലിയ ബിസിനസ്സൊക്കെ സംസാരിക്കുന്ന ലേഡിയാണല്ലോ. പാർവതി, എന്തു പറ്റി? ഒന്നുമില്ല സാറേ. അവളെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ബാല്യം ഓർമ്മ വന്നു. സ്കൂൾ യൂണിഫോമിലാണ് അവൾ ഇന്നലെ കയറി വന്നത്. വന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല സാറേ. അവളെ ഇന്നലെ അങ്ങനെയാണ് കൊണ്ടുവന്നത്. ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് എല്ലാവർക്കും സാറാണല്ലോ കൈനീട്ടം. അതുകൊണ്ടാണ് സാറിനെ തന്നെ വിളിപ്പിച്ചത്. മാഡത്തിന് ബിസിനസ്സൊക്കെ നന്നായി ബോധിച്ച മട്ടാണല്ലോ. 10 വർഷത്തിന് മുന്നേ നിരാലംബയായ പെണ്ണ് ഇന്ന് പച്ച മാംസം തേടി വരുന്ന കാമവെറിയന്മാർക്ക് നിറങ്ങളെയും ചിത്രശലഭങ്ങളെയും സ്വപ്നം കാണുന്ന പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്ത് ലക്ഷങ്ങൾ വാങ്ങുന്ന ബിസിനസ്കാരി, ഈ തെരുവിലെ കോടീശ്വരിയായ പാർവതി തങ്കച്ചി. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് കോടീശ്വരിയായ പെണ്ണ്. അവൾ അയാളുടെ നാവിൽ നിന്ന് വരുന്ന നഗ്ന സത്യങ്ങൾ കേട്ട് തിരിച്ചു മറുപടിയൊന്നും പറയാതെ തികട്ടി വന്ന ഓർമ്മകൾ വേദനയോടെ ഓർത്തു നിന്നു പാർവതി. 19ാമത്തെ വയസ്സിൽ ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പം വീട്ടുകാരെ വെറുപ്പിച്ച് ഇറക്കിക്കൊണ്ട് വന്നവൻ കൊണ്ട് വിറ്റതാണിവിടെ എന്നെ. അതിൻ്റെ പേരിൽ ലക്ഷങ്ങൾ അയാൾക്ക് കിട്ടി. ഇന്ന് അവരുടെ മുന്നിൽ വരുന്ന ഒരു പെണ്ണിനെയും അവരുടെ കഥകൾ ചോദിക്കാറില്ല. പലരും സ്നേഹിച്ച പുരുഷന്മാർക്കൊപ്പം ഒളിച്ചോടി വരുന്നവർ, രണ്ടാനച്ഛന്മാരിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ടവർ, സഹോദരങ്ങളെപ്പോലെ സ്നേഹിച്ച് കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുത്തൊക്കെ കൂടുതൽ പേരും ഈ തെരുവിൽ എത്തുന്നത്. 2 ദിവസത്തിന് മുന്നേ ഒരാൾ കൊണ്ടുവന്നു ഒരു 17 വയസ്സുള്ളവളെ. അയാളുടെ മകളുടെ വിവാഹമാണ്. ഒരു പെണ്ണിൻ്റെ പച്ച മാംസം കൊത്തിയെടുക്കാൻ കഴുകന്മാരുടെ മുന്നിൽ ഇട്ടുകൊടുത്തിട്ട് വേറൊരു മകൾക്ക് മണിയറ ഒരുക്കുന്ന അച്ഛൻ. അങ്ങനെയുള്ളവരുമുണ്ട് അക്കൂട്ടത്തിൽ. ആ തെരുവിൽ വന്നവർക്കാർക്കും ഒരു മടക്കമില്ലല്ലോ. അവർ ഇവിടെയല്ലേ ജീവിച്ചു മരിക്കേണ്ടത്. തന്നെപ്പോലെ ചതിക്കപ്പെട്ട ഒരുപാട് മുഖങ്ങൾ അല്പനിമിഷങ്ങളിൽ അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്താ മാഡം ഒന്നും മിണ്ടാത്തത്?
പഴയ ഓർമ്മകളിലേക്ക് പോയോ? അയാളുടെ കളിയാക്കലിൽ അവളൊന്ന് ചിറികൂട്ടി. കാമവെറി പൂണ്ട കൊടിച്ചിപ്പട്ടികൾക്ക് വേണ്ടി ഉടുതുണി ഉഴിഞ്ഞ് കിടക്ക വിരിക്കുമ്പോൾ അവർ ചവിട്ടിത്തുപ്പുന്ന മുല്ലമൊട്ടുകളാണ് ഇവിടെയുള്ള പല പെൺകിടാങ്ങളും. എല്ലാം ഉള്ളിൽ ഒതുക്കി ചുണ്ടുകളിൽ ചായം തേച്ച് അടുത്ത കസ്റ്റമറെ സ്വീകരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂവെന്ന് അവർക്കറിയാം. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ഭാര്യയാകാനും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുമൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ വരുന്നതിൻ്റെ പിറ്റേന്നു മുതൽ അവളും ഉണ്ടാവും വശ്യമായ ചിരിയിൽ ആരെയും മയക്കാനുള്ള മുഖവുമായി ഈ ചുവന്ന തെരുവിൽ. മാഡം, എനിക്ക് ഒരിക്കൽ കൂടി അവളെ ഭോഗിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ ആവശ്യം നിങ്ങൾ എനിക്ക് സാധിച്ചു തരണം. ഇല്ലെങ്കിൽ അറിയാലോ എന്നെ, ഇച്ചിരി കടുപ്പത്തിൽ അയാൾ പറഞ്ഞു. അവൾ ബോധമില്ലാതെയല്ലേ കിടക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് നോക്കട്ടെ, അവളൊന്ന് ഉണരട്ടെ. എനിക്ക് എന്നിട്ട് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. അവൾ കുട്ടിയാ, ആകെ പേടിച്ചു കാണും. ആ പേടി കാണുമ്പോഴാ എനിക്ക് ലഹരി കൂടുന്നത്. ആ ലഹരിയിൽ ഉന്മാദനായി അയാൾ അവിടെ കിടന്ന കട്ടിലിലേക്ക് മറിഞ്ഞു. അകത്തുനിന്ന് പാർവതിയേച്ചി എന്ന വിളി കേട്ട് അവൾ ഞെട്ടി അകത്തേക്ക് പോയി. നോക്കിയേ ചേച്ചി, ആ പെണ്ണിനെ അയാൾ ഉപദ്രവിച്ചിരിക്കുന്നത്. ഉടുതുണി പോലുമില്ല, ചുണ്ടിനെ കടിച്ചു മുറിച്ചിരിക്കുകയാണ്. പൊക്കിൾ ചുഴിയിൽ വെളുത്ത ദ്രാവകം ഒട്ടിപ്പിടിച്ചു കിടക്കുന്നു. ശരീരം വിറ്റ് തന്നെയാണ് ജീവിക്കുന്നത് എന്നും പറഞ്ഞ് അയാളുടെ കാമലീലകൾ തീർത്തത് പോലെ തോന്നി. ഈ കുട്ടിയിൽ ഇന്നലെ കൊണ്ടുവന്നതില്ലേ ഉള്ളൂ. അതിനു മുന്നേ ആ നരാധവൻ്റെ കയ്യിലേക്ക് കൊടുത്തല്ലോ. എന്തു കാഴ്ച കാണാനാ പെണ്ണുങ്ങളെ നിങ്ങളെല്ലാവരും കൂടി നിൽക്കുന്നത്? പോയിനെടി നാശങ്ങൾ. അയാൾക്ക് ഒരിക്കൽ കൂടി വേണമെന്നാ പറഞ്ഞിരുന്നത്. പുറത്ത് ഇരിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി അയാളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്താൽ അയാൾ ഇവളെ കൊല്ലും. പാർവതി തങ്കച്ചിയുടെ വാക്കുകളിൽ ദേഷ്യവും നിസ്സഹായതയും ഉണ്ടായിരുന്നു. ചെറിയ നരക്കത്തോടെ അവൾ കണ്ണു തുറന്നു. വെള്ളം. അവൾ തൊണ്ട അനക്കി. ഭദ്രേ, അവൾക്ക് വെള്ളം കൊടുക്ക്. ഞാൻ അയാളെ ഒന്ന് മയപ്പെടുത്തട്ടെ. രാത്രിയാകുമ്പോൾ ഒരിക്കൽ കൂടി അവളെ അയാൾക്ക് കൊടുത്തേക്ക്. ഇല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. എന്ത് സ്ത്രീയാണ് നിങ്ങൾ? ഞാൻ ഇനി എന്താ ചെയ്യുക? കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. ജനാലയ്ക്കരികിൽ നിലാവിനെ നോക്കി അയാൾ പുകച്ചുരുളുകൾ പുറത്തേക്ക് വിട്ടു. ദീർഘകാലമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് ഒരു കിളുന്ത് പെണ്ണിനെ ഭോഗിക്കുക എന്നത്. അയാൾ അവൾക്കരികിലേക്ക് നടന്നു വന്നിരുന്നു. അവളുടെ ദയനീയമായ നോട്ടം അയാൾ കണ്ടില്ലെന്ന് നടിച്ചു. റോസാപ്പൂവ് പോലുള്ള അവളുടെ മേനിയിൽ അയാൾ ഒന്ന് തഴുകി. അലറിക്കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അയാൾ അവളെ വാരിയെടുത്ത് ആ ചുണ്ടുകളിൽ മുത്തമിട്ടു. അവൾ വീണ്ടും അയാളെ അകറ്റി മാറ്റാൻ ശ്രമിക്കും തോറും വികാരമടങ്ങാനാവാതെ അവളുടെ എതിർപ്പുകളെ ലഹരിയാക്കി അയാൾ അവളുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങി. അവൾ സർവ്വശക്തിയുമെടുത്ത് അയാളുടെ കാലുകൾ കൊണ്ട് ചവിട്ടി തെറിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. അയാൾ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. അടങ്ങിക്കിടക്കടി നായിൻ്റെ മോളെ. വീണ്ടും കിടന്നുകൊണ്ടുള്ള അവളുടെ ഓരോ ചെറുത്തുനിൽപ്പും ആസ്വദിച്ചുകൊണ്ട് അയാൾ ആ ദേഹത്തേക്ക് പരാക്രമങ്ങൾ കാട്ടാൻ തുടങ്ങി. അവളുടെ മാറിടത്തിൽ അയാൾ കൈ അമർത്തി. അവളുടെ മേനിയിൽ അയാളുടെ നാവുകളും കൈകളും ഇഴഞ്ഞു നീങ്ങി. അവസാന ശ്രമമെന്നോളം അവൾ സർവ്വശക്തിയുമെടുത്ത് അയാളുടെ നാഭിയിൽ ഒരു ചവിട്ട് കൊടുത്തു. മുഷ്ടി ചുരുട്ടി അയാളുടെ മുഖത്തേക്ക് ഒരു ഇടിയും കൊടുത്തു. ആ വേദനയുടെ ഇടയിലും അയാൾ ഒരു വേട്ടനായി മുരളുന്നത് പോലെ വന്ന് അവളെ തൂക്കിയെടുത്തു. പെണ്ണേ, നീ ആള് കൊള്ളാലോ. എന്നെ അങ്ങ് ഉണ്ടാക്കാറായോ നീ? അവളെ വിവസ്ത്രയാക്കി. ചെറുത്തു നിൽക്കാൻ തനിക്കിനി കെൽപ്പില്ല എന്ന് അവൾ വേദനയോടെ ഓർത്തു. ഏതെങ്കിലും ഒരു ആയുധം ആ ഭാഗത്തേക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൾ ചുറ്റും പരതി നോക്കി. ഒരിത്തിരി മാറി ഒരു ടോർച്ച് കിടക്കുന്നത് കണ്ടു. അവൾ കാല് വെച്ച് അതെടുക്കാനുള്ള ശ്രമം തുടങ്ങി. ആ ശ്രമത്തിനൊടുവിൽ അവൾ വിജയം കണ്ടെത്തുകയും ചെയ്തു.
അവളത് കാലുകൊണ്ട് നീക്കി തൻ്റെ കൈയിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. അവളത് കയ്യിലെടുത്ത് അയാളുടെ തലയിലേക്ക് ഒരടി കൊടുത്തു. ആ, വീണ്ടും ഒരടി കൂടി കൊടുത്തു. വേദന കൊണ്ട് അയാൾ നിലവിളിച്ചു. കണ്ണിൽ ഇരുട്ട് കയറി. അയാൾ അബോധാവസ്ഥയിലേക്കായി. അയാളെ നോക്കി അവളൊന്ന് ചിരിച്ചു. പിന്നെ അത് പൊട്ടിച്ചിരിയായി. അവളുടെ ചിരി കേട്ട് പാർവതി തങ്കച്ചി വന്നു. ഈ ശരീരം വിറ്റ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ ചെന്ന് കിടക്കുന്നതാ. ജീവപര്യന്തമോ അതിനേക്കാളും നല്ലത്. തളർന്ന സ്വരത്തിൽ അവളത് പറയുമ്പോഴും അവളുടെ സ്വരം, അവളുടെ ശബ്ദം ദൃഢമായിരുന്നു. താങ്ക് യു. നമസ്കാരം.